ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേർ മൊമെൻ്റോ കണ്ടവരുണ്ടാവും? ചുരുക്കമായിരിക്കും. പക്ഷേ ഗജിനി എന്ന് പറയുന്ന സിനിമ കാണാത്തവരായിട്ടുള്ളവർ അവരും ചുരുക്കമായിരിക്കും. ഗജിനിയുടെ സ്റ്റോറി നമുക്കറിയാം എല്ലാവർക്കും. ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും കണ്ടുമുട്ടുന്നു. ചെറുപ്പക്കാരൻ വളരെ ധനികനാണ്, ചെറുപ്പക്കാരി മോഡലാവാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ഇവർക്കിടയിലേക്ക് ഒരു വില്ലൻ കടന്നു വരുന്നു. അങ്ങനെ വില്ലൻ ആ നായികയെ കൊല്ലുന്നു, നായകൻ്റെ തലക്കടിക്കുന്നു, നായകൻ്റെ മെമ്മറി നഷ്ടപ്പെടുന്നു. നായകൻ വില്ലനോട് അവൻ്റെ പ്രതികാരം ചെയ്യുന്നു. ഇതാണ് ഒരു ലീനിയർ ഫോർമാറ്റിൽ പറഞ്ഞാൽ ഗജിനിയുടെ കഥ. സത്യം പറഞ്ഞാൽ ഈ കഥ പത്രത്തിൽ ന്യൂസായിട്ട് വരാവുന്ന ഒരു സംഭവം പോലെയാണ്, അല്ലേ? മേ ബി ഇങ്ങനൊരു സിനിമ ലീനിയറിൽ ഇറങ്ങിയാൽ വിജയിക്കുമായിരിക്കും. പക്ഷേ ഇന്ന് മൊമെൻ്റോയ്ക്ക് കിട്ടിയൊരു ആക്സെപ്റ്റൻസ് ആ സിനിമയ്ക്ക് കിട്ടില്ല. കാരണം ക്രിസ്റ്റഫർ നോളൻ നോൺ ലീനിയർ രീതിയിൽ കഥ പറഞ്ഞ സ്റ്റൈല് സിനിമ പുറകിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഇതിനു മുൻപ് എന്താണ് സംഭവിച്ചിരിക്കാൻ സാധ്യത എന്നുള്ളത് പ്രേക്ഷകൻ മനസ്സിലാക്കുന്നത് ഓരോ സീനിൻ്റെയും അവസാനമാണ്. അപ്പോൾ ഇങ്ങനെ നോളൻ ഈ കഥ പറഞ്ഞു കഴിയുമ്പോൾ പ്രേക്ഷകൻ ആ കഥയിലേക്ക് കൂടുതൽ എൻഗേജ്ഡ് ആവുകയാണ്. അവൻ ചിന്തിക്കുകയാണ്, അവന് ക്യൂരിയോസിറ്റി വർദ്ധിക്കുകയാണ്. കാരണം ഇത് എങ്ങോട്ടാ പോകണമെന്ന് അവനൊരു ഐഡിയ കിട്ടില്ല. അവൻ സാധാരണഗതിയിൽ കണ്ടു ശീലിച്ച ഒരു കഥ പറച്ചിലല്ല ഇത്. 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 4. ഇതിവിടെ നേരെ തിരിച്ചാണ്. അത് പ്രേക്ഷകനെ സിനിമയിൽ കൂടുതൽ എൻഗേജ്ഡ് ആക്കുന്നു. മാത്രമല്ല ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ഫീലിംഗ്, സ്റ്റോറി ഫീലിംഗ് അവന് ലഭിക്കുന്നു. അതുപോലെ ക്രിസ്റ്റഫർ നോളൻ്റെ എല്ലാ സിനിമകളുടെ ഒരു പ്രത്യേകതയാണ് അതിലൊരു സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രൽ ഐഡിയ ഉണ്ടാവും, ഒരു ആശയം. അപ്പോൾ നമുക്ക് ഈ മൊമെൻ്റോയുടെ കാര്യം തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ഓർമ്മിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതായത് നിങ്ങളുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല. ഈ പാസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് റിയാലിറ്റി എന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ ഇതാണ് ഈ മൊമെൻ്റോ എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പവർഫുൾ കോൺസെപ്റ്റ്. ഒരു മനുഷ്യന് അയാളുടെ മെമ്മറി നഷ്ടപ്പെട്ടാൽ, ഓർമ്മ നഷ്ടപ്പെട്ടാൽ അയാൾ എന്ത് ചെയ്യും?